നമസ്കാരം. സ്ഥാനാർത്ഥി ആരെന്നറിയാതെ വലയുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഇരുട്ടിൽ നിർത്തിയിരിക്കുകയാണ് BJP. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലുമായി. ആസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സൽവത്തോറിനെ മയക്കുമരുന്ന് കേസിൽ നിന്ന് രക്ഷിക്കുന്നതിന് അടിവസ്ത്രത്തിന്റെ അളവ് മാറ്റിയ കേസിലാണ് അന്ന് വക്കീലായിരുന്ന ആന്റണി രാജുവിന് കോടതി ശിക്ഷ വിധിച്ചത്. 3 വർഷം തടവും 6 വർഷം മത്സരിക്കാനുള്ള അയോഗ്യതയുമായിരുന്നു ശിക്ഷ. അപ്പീലിൽ താൽക്കാലിക ജാമ്യത്തിൽ പുറത്തു നിൽക്കുകയാണ്. തൊണ്ടി മുതൽ തിരുമല കേസിൽ കീഴ്ക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചു. അതോടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള വിലക്ക് തുടരുകയാണ്. കീഴ്ക്കോടതി വിധി സ്റ്റേ ചെയ്യുന്നതിനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും തക്ക അസാമാന്യ സാഹചര്യങ്ങളില്ല, അല്ലെങ്കിൽ അസാധാരണ സാഹചര്യങ്ങളില്ല എന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി സ്റ്റേ അനുവദിക്കാത്തത്. അപ്പീൽ തള്ളിയതോടെ ആന്റണി രാജു പ്രതിനിധീകരിച്ചിരുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളതായി അടുത്ത വിഷയം. അപ്പീൽ അനുവദിക്കും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു LDFും ആന്റണി രാജുവും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജനാധിപത്യ കേരള കോൺഗ്രസ്. എന്നാൽ ഇപ്പോൾ അപ്പീൽ തള്ളിയതോടുകൂടി സ്ഥാനാർത്ഥി ഇല്ലാത്ത അവസ്ഥയിലായി തിരുവനന്തപുരം മണ്ഡലത്തിൽ LDFിലും UDFിലും BJPയിലും സീറ്റ് കിട്ടാത്തതിനാൽ തമ്മിലടിയാണ്. ഇവിടെ സീറ്റുള്ളപ്പോൾ നേതാക്കളെ അല്ലെങ്കിൽ മത്സരിക്കാൻ ആളെ കിട്ടാത്ത സ്ഥിതി. ജനാധിപത്യ കേരള കോൺഗ്രസിൽ ആന്റണി രാജു അല്ലാതെ മറ്റൊരു നേതാവില്ല, വേറൊരു അനുയായിയുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഈ പാർട്ടിക്ക് എന്താണ് താമസം? പിന്നെ ഈ സീറ്റ് ഏറ്റെടുക്കില്ല എന്ന് CPMും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തിനാണ് ഏറ്റെടുത്ത് നാറുന്നത് എന്നതായിരിക്കാം CPMന്റെ ചിന്ത. ഒന്നുകിൽ ആരെയെങ്കിലും ജനാധിപത്യ കേരള കോൺഗ്രസ് വേഷം കെട്ടിച്ച് സ്ഥാനാർത്ഥിയായി ഇറക്കണം, അല്ലെങ്കിൽ CPM ആ സീറ്റ് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഒരു പൊതു സ്വതന്ത്രനെ കണ്ടെത്തി മത്സരിപ്പിക്കണം. എന്തായാലും ആകെ പ്രശ്നത്തിൽ തന്നെയാണ് LDF തിരുവനന്തപുരം മണ്ഡലത്തിൽ. 35 വർഷത്തെ കേസിന് ശേഷമാണ് ജനാധിപത്യ കേരള കോൺഗ്രസിനും LDFിനും അതുപോലെ തന്നെ ആന്റണി രാജുവിനും വമ്പൻ തിരിച്ചടിയായ ഈ വിധിയും അപ്പീൽ തള്ളലും വന്നത്. 1990 ആസ്ട്രേലിയൻ പൗരനായ ആൻഡ്രൂ സൽവത്തോർ അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് കടത്തി എന്ന കേസിൽ പിടിയിലാകുന്നത്. 92 അയാളെ കോടതി വെറുതെ വിട്ടു. നാട്ടിലേക്ക് പോയ ആൻഡ്രൂ സൽവത്തോർ നാട്ടിലൊരു കൊലപാതക കേസിൽ പിടിയിലായി. അവിടെ ജയിലിൽ വെച്ച് സഹതടവുകാരനോട് എങ്ങനെയാണ് കേരളത്തിൽ ഈ കേസിൽ നിന്ന്, മയക്കുമരുന്ന് കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് വിവരിച്ചു. വിവരണം ഇങ്ങനെയായിരുന്നു: താൻ ഉപയോഗിച്ചിരുന്ന അടിവസ്ത്രം വക്കീൽ വാങ്ങി വെട്ടിത്തച്ചു അത്രേ, ചെറുതാക്കി പുതിയ തയ്യലിട്ടു. അങ്ങനെ അടിവസ്ത്രം പാകമല്ലാതിരുന്നു. ഈ അടിവസ്ത്രം ആൻഡ്രൂ സൽവത്തോറിന് ധരിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് സംശയത്തിന്റെ ആനുകൂല്യം നൽകി അയാളെ വിട്ടയച്ചത്. അവിടെ നിന്ന് ഇന്റലിജൻസ് കേരള പോലീസിനെ അറിയിക്കുന്നു, ഇന്ത്യൻ പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെ പ്രശ്നമായി, അന്വേഷണം നടന്നു. ആന്റണി രാജു പിടിയിലായി. അന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അടിവസ്ത്രം ഒപ്പിട്ട് വാങ്ങിയത് ആന്റണി രാജുവാണ്. 35 വർഷത്തിന് ശേഷം അത് ആന്റണി രാജുവിന് ഇതാ കുരുക്കാകുന്നു. ഇനി തൽക്കാലം മത്സരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി തിരുവനന്തപുരത്ത് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? BJP ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടില്ല. തിരുവനന്തപുരത്തിന്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആര് എന്ന് നോക്കിയിട്ട് മതി എന്ന രീതിയിലാണ് BJPയുടെ തീരുമാനം. LDF വിജയിച്ച, ആന്റണി രാജു വിജയിച്ച തിരുവനന്തപുരം പോലുള്ള ഒരു മണ്ഡലം സ്ഥാനാർത്ഥിയില്ലെങ്കിൽ ഏറ്റെടുക്കാൻ CPM മടിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പൊതു സ്വതന്ത്രനെ അവർ പിന്താങ്ങാൻ തയ്യാറാകുന്നത്? ഇലക്ഷന് ഇനി 23 നാളുകൾ മാത്രം ശേഷിക്കെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും? തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് BJPയും ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ അറിഞ്ഞതിന് ശേഷം പുറത്തുവിടാം എന്നാണ് BJPയുടെ പ്രഖ്യാപനം. സ്വതവേ BJPക്ക് വേരോട്ടമുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയുടെ പേര് പുറത്തുവിടാത്തത്, പ്രചരണം തുടങ്ങാത്തത്? ഇനിയും ഇലക്ഷന് 22 നാളുകൾ മാത്രം ബാക്കി. കോൺഗ്രസിനെ സംബന്ധിച്ച സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. CP ജോൺ ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. CMP ജനറൽ സെക്രട്ടറിയായ CP ജോൺ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. 36 വർഷമായി UDF ഏകോപന സമിതി അംഗമായ MV രാഘവനോടൊപ്പം CPM സ്ഥാപിച്ച സ്ഥാപക നേതാക്കളിൽ ഒരാളായ CP ജോൺ
പ്രചരണത്തിൽ ബഹുദൂരം മുന്നിലാണ്. ഈർക്കിൽ പാർട്ടികളെ സംബന്ധിച്ച് ഒരു നേതാവേ കാണും. നേതാവ് മറ്റണികളെ വളരാൻ സമ്മതിക്കാറില്ല, മറ്റു നേതാക്കളെ വളരാൻ സമ്മതിക്കാറില്ല. ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നേതാവില്ലാത്തതിന്റെ ദോഷം പാർട്ടിക്ക്, അണികളില്ലാത്തതിന്റെ ദോഷം പാർട്ടിക്ക്. ഇവിടെ മുന്നണികൾക്ക് ഈർക്കിൽ പാർട്ടി ആയാലും മതി കൂടെ നിൽക്കാൻ. രണ്ടോട്ടെങ്കിൽ രണ്ടോട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.